അതീവ സുന്ദരിയായിരുന്നു സുമതി. അന്ന് ആ നാട്ടിൽ ആ സൗന്ദര്യത്തിൽ മയങ്ങാത്ത ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അന്ന് രത്നാകരൻ 24 വയസ്സായിരുന്നു പ്രായം. അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ അവൻ സുമതിയെ കല്യാണം കഴിച്ചോളാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് സുമതിയെ വശത്താക്കി. ഒടുവിൽ ഗർഭിണിയാണെന്നറിഞ്ഞതോടെ കാലുമാറി. സുമതി തന്നെ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധിച്ചതോടെ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ആ അരുംകൊല. അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. രാത്രി 12 മണിയോടെ ഉത്സവം കാണാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് സുമതിയെ വിശ്വസിപ്പിച്ച് തൻ്റെ അംബാസിഡർ കാറുമെടുത്ത് അവളെയും കൂട്ടി ക്ഷേത്രത്തിലോട്ട് തിരിച്ചു. വാഹനം കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ വഴിയിൽ കാത്തു നിന്നിരുന്ന സുഹൃത്ത് നടേശനെ രത്നാകരൻ കാറിൽ കയറ്റി. കൂട്ടുകാരൻ എന്നാണ് ഇയാളെക്കുറിച്ച് രത്നാകരൻ സുമതിയോട് പറഞ്ഞത്. എന്നാൽ കാറ് പാങ്ങോട് ക്ഷേത്രത്തിലോട്ട് ഇടതുവശത്തോട്ട് തിരിയുന്നതിന് പകരം വലതുഭാഗത്തോട്ട് തിരിഞ്ഞു. അവിടെ വനാതിർത്തിയാണ്. മയിലോടം പാലം എത്തിയപ്പോൾ കാറ് കാട്ടിനുള്ളിലോട്ട് കയറ്റി നിർത്തി. വഴി നിശ്ചയമില്ലാതിരുന്ന സുമതിയോട് അമ്പലത്തിലോട്ട് പോകാൻ ഇതിലെ കുറുക്ക് വഴിയുണ്ടെന്ന് പറഞ്ഞ് കാട്ടിലൂടെ ഒരുപാട് ഉള്ളിലോട്ട് നടത്തി. രത്നാകരനെ പൂർണ്ണമായി വിശ്വസിച്ച സുമതി അവർക്ക് പിന്നാലെ നടന്നു. മൂവരും പാതിരാത്രി വനത്തിനുള്ളിലൂടെ 1 കിലോമീറ്ററോളം ഉള്ളിലോട്ട് നടന്നു. അപ്പോൾ സമയം ഏകദേശം 12നോട് അടുക്കാറായിരുന്നു. സുമതിയെ സൂത്രത്തിൽ വനത്തിനുള്ളിൽ എത്തിച്ച് കൊല്ലാനായിരുന്നു അവരുടെ പ്ലാൻ. ഇതിനിടയിൽ കാമുകന്റെയും സുഹൃത്തിൻ്റെയും പെരുമാറ്റത്തിൽ സംശയം തോന്നിയ സുമതി അവിടെ നിന്ന് പോകാൻ ശ്രമിച്ചു. അവൾ ഓടിയെങ്കിലും അവർ സുമതിയെ പിടികൂടി. ഉച്ചത്തിലുള്ള സുമതിയുടെ നിലവിളി ആ കൊടുമനത്തിൽ ആരു കേൾക്കാൻ. ഇതിനിടയിൽ കുതിറി ഓടാൻ ശ്രമിച്ച സുമതിയെ രത്നാകരനും സുഹൃത്തും കൂടി പിടികൂടി കാട്ടുവള്ളികൾ കൊണ്ട് കൈകൾ കെട്ടി കുറച്ചു ദൂരം കൂടി വനത്തിന് അകത്തൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോയി. അവിടെ രത്നാകരനും കൂട്ടുകാരനും ഉൾവെള്ളമെന്ന് കരുതി സുമതിയെ വലിച്ചഴിച്ചു കൊണ്ടുപോയത് കല്ലറ പാലോട് റോഡിലോട്ടായിരുന്നു. ഇപ്പോൾ സുമതി വളവ് എന്നറിയപ്പെടുന്ന എസ് വളവിന് സമീപത്തായിരുന്നു. ഇവിടെ വെച്ച് വീണ്ടും ഓടാൻ ശ്രമിച്ച സുമതിയെ അവർ പിന്നെയും പിടികൂടുന്നു. ഇവിടെ വെച്ചാണ് സുമതിയെ അവർ കൊല്ലുന്നത്. രത്നാകരൻ സുമതിയുടെ മടിയിൽ കയറിയിരുന്ന് കഴുത്ത് മറച്ചു കൊടുക്കുകയും കൂട്ടുകാരൻ ആ കഴുത്ത് കത്തികൊണ്ട് പിടിക്കുകയും ചെയ്തു. ആ കഴുത്ത് അറക്കാൻ വരുന്നത് കണ്ട് സുമതി അവരുടെ കാല് പിടിച്ചു പറഞ്ഞു, എന്നെയും കുഞ്ഞിനെയും കൊല്ലരുത്. തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിച്ചാൽ മതി. ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു നിലവിളിച്ചു. പക്ഷെ അതൊന്നും കേൾക്കാതെ ഗർഭിണിയാണെന്ന് പോലും പരിഗണിക്കാതെ അവർ സുമതിയുടെ കഴുത്തറത്തു. സുമതിയുടെ കഴുത്തിൽ നിന്ന് കത്തി കയറിയപ്പോൾ ചീറ്റി ഒഴുകിയ രക്തം കണ്ട് രത്നാകരൻ്റെ കൂട്ടുകാരൻ ഭയപ്പെട്ടു. അത്രയ്ക്ക് ശക്തിയിലായിരുന്നു രക്തം വരുന്നത്. ഗർഭിണിയായി തന്നെ കൊന്ന ആ വളവിൽ സുമതി ഒരു യക്ഷിയായി പുനർജനിച്ചു. ആ വളവിലൂടെ രാത്രി വരുന്ന ആളുകളെ അവൾ ഭയപ്പെടുത്തി. പലരും രാത്രികാലങ്ങളിൽ ആ വളവിലൂടെ പോകാൻ ഭയപ്പെട്ടു. അങ്ങനെ ആ വളവ് സുമതി വളവായി.